ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ടെക്കീസ് ഓൺ യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ വ്ളോഗ് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അപ്പം അമ്പലത്തിൽ പോകാനോ? അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിലാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെത്തുമ്പോൾ ഒരു 8 മണിയായിന്. 8 മണി ആയതുകൊണ്ട് നല്ല രാവിലെയുള്ള തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള വേറൊരു അമ്പലത്തിലേക്ക് പോകണം. പിന്നെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് തിരുവങ്ങാടുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കാണ്. ക്യൂവിൻ്റെ നീളം എന്താ പറയുക, നമുക്ക് നിൽക്കാൻ തോന്നൂല എന്ന് പറഞ്ഞാൽ അത്രയും നിറയെ ആൾക്കാരാണ് ഇവിടെ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ക്യൂ ഇത്രയും വലുതായതുകൊണ്ട് നമ്മൾ അകത്ത് കയറേണ്ടെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ ക്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി പിന്നെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് പൂവിടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഒരു അവിൽപ്രസാദം ആ വഴിപാടും കഴിച്ചു. പ്രസാദം കിട്ടി, നല്ല വിശപ്പുണ്ടായിരുന്നു. പായസം കിട്ടിയില്ല, അതുകൊണ്ട് അതും കഴിച്ച് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഓണമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അമ്പലത്തിൽ. നിറയെ ആൾക്കാരുണ്ട്. ശരിക്കൊരു സ്ഥലത്ത് മാറി നിൽക്കാൻ വരെ സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാവരും പുതിയ ഡ്രസ്സും കോടിയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ബോയ്സ് ആണെങ്കിൽ മിക്കവാറും എല്ലാവരും മുണ്ടിലാണ്. ഗേൾസൊക്കെയാണ് പട്ടുപാവാട, സാരി, അങ്ങനെയൊക്കെയാണ് ഗേൾസൊക്കെ എത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. എന്നിട്ട് വേണം നമുക്ക് പൂടേണ്ട പരിപാടിയൊക്കെ നോക്കാൻ. പക്ഷേ ഇപ്പോഴും ഇവിടെ അമ്പലത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10 മണിയായി. എന്നിട്ട് ആളുകൾ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്ന് ഇനി നമുക്ക് പൂക്കളം സെറ്റാക്കണം. അപ്പം നമ്മൾ ഇന്ന് പൂക്കളം സെറ്റാക്കുന്നതിലേക്ക് കാണിച്ചു തരാം. വാ, നമുക്ക് പൂട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. വാ. അപ്പോൾ ആദ്യം തന്നെ നിലമൊക്കെ അടിച്ചു വാരി നല്ല വൃത്തിയായിട്ട് തുടച്ച് റെഡിയാക്കി. എന്നിട്ട് വേണം നമുക്കിനി പൂക്കളം വരക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡിസൈൻ നമ്മൾ പ്ലാനിലില്ല, നമ്മൾ വരച്ച് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് ഓണത്തിനുള്ള പൂ വാങ്ങിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂർ KR മാർക്കറ്റിലാണ് നമ്മൾ പൂ വാങ്ങാൻ വേണ്ടി പോയത്. നമ്മൾ ഏകദേശം രാവിലെ ഒരു 5 മണിക്ക് മാർക്കറ്റിലേക്ക് പോയി. പക്ഷെ ആ സമയം തന്നെ അവിടെ നിറയെ പൂ എത്തിയിട്ടുണ്ട്. മീൻസ് വളരെ നേരത്തെ തന്നെ പൂ എത്തുന്നതാണ്. ഇവിടെ എത്തുമ്പോൾക്ക് കുറച്ച് വെളിച്ചമൊക്കെ വന്നു. നല്ല ക്രൗഡാണ്, നല്ല തിരക്കാണ്. മുന്നേ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു 2 ദിവസമായിട്ട് മാർക്കറ്റിൽ നല്ല തിരക്കാന്നുള്ളത്. ഈ ഓണത്തിൻ്റെയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടെ തന്നെ കുറേ മലയാളികളെയും കാണാൻ പറ്റി. മീൻസ് ആൾക്കാർ സംസാരിച്ച് പോകുമ്പോൾ നമുക്ക് കേൾക്കാമല്ലോ അവർ പറയുന്നത്. മലയാളികളും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓണത്തിനൊരു ജസ്റ്റ് 2 ദിവസം മുന്നെയാണ് നമ്മൾ വന്നത്. ഒന്നാം ഓണത്തിൻ്റെ തലേ ദിവസം. പൂവാണെങ്കിൽ ഇവിടെ കുറേ പൂവുണ്ട്. നിറയെ വെറൈറ്റി കളക്ഷൻ ഉണ്ട്. നമ്മൾ ഓണത്തിനൊക്കെ ഇടുന്നതല്ലാതെ ഫ്ലവർ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലേ, സ്റ്റേജ് ഡെക്കറേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ കളക്ഷൻ ഇവിടെയുണ്ട്. പല വെറൈറ്റി പൂ കാണാൻ പറ്റി. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പൂ വരെ മാർക്കറ്റിൽ വന്ന് നമുക്ക് കാണാൻ പറ്റി. വിലയും കുറച്ച് നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ല കുറവാണ് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യവും ഞാനിവിടെ വന്നിട്ട് തന്നെയാണ് പൂ വാങ്ങിയത്. പക്ഷെ അന്നേരം നമ്മൾ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ആർക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. ഇവിടെ ബാംഗ്ലൂരിലുള്ളവർക്ക് എന്തുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ വന്ന് പൂ വാങ്ങുന്നത്. കാരണം അത്യാവശ്യം റേറ്റ് കുറവുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന റോസ് എന്നൊക്കെ പറഞ്ഞാൽ പലതരം കളറുള്ള റോസ് ഇവിടെ ഉണ്ട്. മീൻസ് ഒരു 10 തരം റോസ് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. 10ാം ദിവസം 10 തരം പൂടാൻ വേണ്ട റോസ് തന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത പച്ച നിറത്തിലുള്ള പൂ വരെ എനിക്ക് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പച്ച നിറത്തിലുള്ള പൂവിന് വേണ്ടിയിട്ട് നെല്ലിൻ്റെ വരിയില്ലേ, എൻ്റെ നാട്ടിലൊക്കെ വരി എന്ന് പറയും, അതായിരുന്നു ഇടാറുള്ളത്. അതുപോലെ ഓർക്കിഡ് ഫ്ലവർ, പിന്നെ സൺഫ്ലവർ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡെക്കറേഷന് വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സ് നമ്മൾ വാങ്ങി. പക്ഷെ നമ്മൾ എന്നിട്ട് അപ്പം തന്നെ തിരിച്ചു പോയില്ല. നമ്മൾ മാർക്കറ്റിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കുറേ ഇതുപോലത്തെ പൂക്കളൊക്കെ കാണാമെന്ന് വിചാരിച്ച് മാർക്കറ്റൊന്ന് കംപ്ലീറ്റ് ചുറ്റിക്കാണാന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് മാർക്കറ്റ് ഫുള്ളായിട്ടൊന്ന് നടന്നു. അങ്ങനെ മാർക്കറ്റൊക്കെ ചുറ്റിക്കണ്ട് പൂവും വാങ്ങി ഓരോ ചായയും കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി നമുക്ക് റൂമിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ പൂവ്. അതിൽ ചില പൂവ് നമുക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഈ ചട്ടിയൊക്കെ ഇല്ലേ, മഞ്ഞച്ചട്ടി, അതുപോലെ ഓറഞ്ച് ചട്ടി, അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മളെ പൂ വാങ്ങാൻ പോയ സ്റ്റോറി ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് നേരെ വീണ്ടും പൂക്കളം സെറ്റാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ 3 ആളും കൂടി ഒരുമിച്ച് തന്നെ പൂ ഉതിർത്തിടാന്ന് വിചാരിച്ചു. എന്നാൽ ഇത് തീരുമെന്ന് തോന്നി, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം കുറച്ച് പൂവൊക്കെ ആയ ശേഷം ഞാൻ എന്തായാലും അതിൽ നിന്ന് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ മൈൻഡിലുള്ള ഡ്രോയിങ് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഫൈനലായിട്ട് നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ റീമോ പൂക്കളം വരക്കുന്ന സമയത്ത് ഞാനും അനിയനും കൂടി പൂവൊന്ന് സെറ്റാക്കി ഈ ഡിസൈനിന് വേണ്ടിയിട്ട് ഇടാനുള്ളത്. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ പെർഫെക്ഷനിസ്റ്റ് റീമോ നമ്മൾ ഈ ഡിസൈനിന് പൂടാൻ വിട്ടില്ല, അവന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു. അതിനുശേഷം ഞങ്ങളും കൂടി ഇടാൻ തുടങ്ങി. പൂക്കളം വലുതാവുന്നതിന് എല്ലാവരും കൂടി ഇട്ടാലേ തീരൂ എന്നുള്ള സ്ഥിതിയായി. അതുകൊണ്ട് എല്ലാവരും കൂടി ഫാസ്റ്റായിട്ട് ഒരുമിച്ച് ഇടാൻ തുടങ്ങി. ഏകദേശം നമ്മളിത് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. നമ്മളങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് പൂക്കളം എത്തിച്ച്. ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഇട്ട പൂക്കളം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ സദ്യയല്ല, അങ്ങനെ ഓണത്തിന് നമ്മൾ ഓണ ബിരിയാണിയും കൂടി കഴിക്കുന്നതോടെ നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.